ഓച്ചോ പാമ പെരുങ്കണ്ണ കയ്യിലൊതുങ്ങാത്ത സൈസ് സാധനമാട്ടോ. സുഹൃത്തുക്കൾ, അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി ഇതേ ഈ കാണുന്ന വലിയ കുണ്ട് വെച്ചിട്ട് മീൻ പിടുത്താണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 80 സെൻറ്റോളം വരുന്നൊരു കുഴിയാണ്. അപ്പോൾ 8000 രൂപ കൊടുത്ത് നമ്മളെ കുറച്ച് സുഹൃത്തുക്കൾ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു കുഴി. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഈ ഒരു വലിയ 2 മിഷ്യൻ വെച്ച് വെള്ളം അടിച്ച് വാർത്തുകൊണ്ടേ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ 3-ാം ദിവസം ഏകദേശം വെള്ളമൊക്കെ വറ്റി മീൻ പിടിക്കാൻ പറ്റിയിട്ടുള്ള രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഒരു മിഷ്യൻ വെച്ച് വെള്ളം അടിച്ച് വാർത്തുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കുറച്ച് സുഹൃത്തുക്കൾ ഈ ഒരു കുഴിയുടെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തപ്പി മീനുകളൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കുഴിയിൽ ഒരാളെ അരക്ക് വരെ ചളി ഉണ്ട് കേട്ടോ. ഇത്രയും ചളിയിൽ നിന്ന് എങ്ങനെയായിരിക്കും നമ്മൾ ഈ ഒരു സുഹൃത്തുക്കൾ മീൻ പിടിക്കുക, അതുപോലെ എത്രത്തോളം മീൻ ഇവർക്ക് കിട്ടും, അതുപോലെ ഈ ഒരു കുഴി വാങ്ങിച്ചത് നഷ്ടമാണോ ലാഭമാണോ എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തട്ടോ. അപ്പോൾ മീൻപിടുത്തം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്ന മീനുകളൊക്കെ ഇതുപോലെ കൈവലയിലൊക്കെ ആക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ഒരു മീൻ ബോക്സ് കാണാം. അപ്പോൾ ഇതിലാണ് കേട്ടോ മീനുകളൊക്കെ കൊണ്ടുവന്നിടുന്നത്. അപ്പോൾ ഈ ഒരു കുഴിയിൽ നല്ല രീതിയിൽ ചളി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ ഒരു വല ഉപയോഗിച്ച് മൂടാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അതായത് ആ ഒരു നിൽക്കുന്ന ഭാഗം കുറച്ച് ചളി കൂടുതലാണ്, അതായത് ഒരു അരക്ക് മേലെ ചളി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൈ കൊണ്ട് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ കൈ എത്രത്തോളം എത്തും അതിലും കൂടുതൽ താഴോട്ട് ചളിയുണ്ട്. അപ്പോൾ മീനുകളൊക്കെ കൈമ തട്ടി പോകാല്ലാതെ കയ്യിൽ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ അതുകൊണ്ട് തന്നെ ചുറ്റുഭാഗം അങ്ങനെ റൗണ്ടിൽ മൂടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ മൂടി വല താഴ്ത്തുകയാണ് കേട്ടോ. താഴ്ത്തുമ്പോൾ ആ ഒരു ഏരിയയിലുള്ള മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നിൽക്കുമ്പോൾ ഒരാളെ കൈമ തട്ടി പോകുമ്പോൾ മറ്റാളെ സൈഡിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് അവർ ഇതിൻ്റെ വലയിലിട്ട് പിടിക്കട്ടെ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെളി കൂടുതലുള്ള ഭാഗത്ത് അത്തരത്തിലാണ് നമ്മൾ ഈ ഒരു സുഹൃത്തുക്കളെ മീൻ പിടിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ഐഡിയ ആണ് കേട്ടോ അത്. കിട്ടുന്ന മീനുകളൊക്കെ അവരെ കയ്യിലുള്ള ആ ഒരു കൈവലയിലോട്ടൊക്കെ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു കുഴിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷം നമ്മളെ ഈ ഒരു ടീമിൽപ്പെട്ട കുറച്ച് സുഹൃത്തുക്കൾ തന്നെയാണ് ഇതിൽ നിന്ന് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അന്നൊക്കെ 2.5 കിൻഡലും 3 കിൻഡലിൻ്റെ ഒക്കെ മുകളിലോട്ട് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കുഴിയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യവും നമ്മളെ സുഹൃത്തുക്കൾ ഈ ഒരു കുഴി വാങ്ങിച്ചോ ഇതിൽ നിന്ന് മീൻ പിടിക്കുന്ന കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം വെള്ളം വറ്റിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ ആ ഒരു പ്രതീക്ഷ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം മറ്റൊന്നല്ല, നമ്മൾ സാധാരണ കുഴിയൊക്കെ വറ്റിച്ച് വരുമ്പോൾ ആ ഒരു വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു മീനുകളെ ഇളക്കവും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ഇളക്കോ കാര്യങ്ങളോ നമ്മളെ സുഹൃത്തുക്കളായി തുടക്ക സമയത്ത് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ മീൻ ഇപ്രാവശ്യം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസമൊക്കെ വെച്ച് വെള്ളം അടിച്ച് വാർത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സുഹൃത്തുക്കൾ എന്തായാലും നമുക്ക് ഇറങ്ങി പിടിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ തോതിൽ മീനുകൾ മേത്തൊക്കെ തട്ടുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷത്തിനും അതിന് മുമ്പത്തെ വർഷത്തിനേക്കാൾ കൂടുതൽ ചളി കൂടുതലാണ് ഈ ഒരു കുഴിയിൽ. അപ്പോൾ ചളി കൂടിക്കഴിഞ്ഞാലും മീനെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ചളി കൂടുതലാകുമ്പോൾ മീൻ ഉണ്ടെങ്കിലും അറിയാൻ കഴിയൂല. അപ്പോൾ എന്താവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ മീൻപിടുത്തം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വരെ മീൻപിടുത്ത കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് നമുക്ക് കംപ്ലീറ്റ് വരെ മീനുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. എത്രത്തോളം മീൻ കിട്ടിയൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ ഈ ഒരു മീൻ ബോക്സിലാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മീൻ ബോക്സിൽ ഏകദേശം ഇങ്ങനെ ഫുള്ളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൊള്ളാത്തൊരവസ്ഥയായപ്പോൾ നേരെ ഇതിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ. അവിടെ അപ്പുറത്തൊരു നീല ഡ്രം ഉണ്ട്. അപ്പോൾ അതിലോട്ട് കൊണ്ടുപോയി ഇടാൻ വേണ്ടി കൈവലയിലോട്ട് കോരി എടുക്കുകയാണ് ഇതിൽ നിന്ന് മീനുകളൊക്കെ കേട്ടോ. അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ളത് വരാല്, അതുപോലെ നമ്മളെ പൊരിക്ക്, അനാബസ് എന്നൊക്കെ പറയും, നല്ല വലുപ്പമുള്ള അനാബസുകളാട്ടോ. അതും കടു അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് ഇതിൽ നിന്നൊക്കെ ഒരു കൈവലയിലോട്ടാക്കി ഈ ഒരു നീല ഡ്രമ്മിലോട്ട് കൊണ്ടുപോയി ചെരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മറ്റു സുഹൃത്തുക്കളൊക്കെ അവിടെ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ കിട്ടിയ മുതൽ നാവസിൻ്റെ സൈസ് ഇട്ടാ പിടിച്ചാ ഇതട്ടാ. ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയതാണിത്. നാടൻ വരാലട്ടാ. കടുട്ടാ.
കേറി കിട്ടിയില്ലേ അതേട്ടാ കംപ്ലീറ്റ് ഒരു 1.5 കിലോ പ്ലസ് വരുന്ന സാധനങ്ങളാട്ടാ. അതേട്ടാ ഇപ്പം കിട്ടിയത് കയ്യിലൊതുങ്ങാത്ത സൈസ് സാധനമാട്ടാ. ഈ ഒരു ഏരിയയിൽ കുറച്ച് വമ്പന്മാരുണ്ട്. അപ്പം നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഇനി ഇവിടെ എല്ലാവരും കൂടി ചേർന്ന് പിടിക്കട്ടെ ഈ ഒരു ഏരിയ. മീനോ പിടിച്ചാ അത് പൊരിക്കണം. മീൻ കുറേ നേരമായിട്ട് നമ്മളെ സുഹൃത്തുക്കളെ കളിപ്പിക്കണ. ഓച്ചോ പാമ പെരുങ്കണ്ണ. വരാല് 1.5 വരാല്. കിട്ടിയതിൽ ടോപ്പ് കണ്ണേട്ട. അപ്പം ഇതുവരെ ഇതിൻ്റെ മണ്ട കണ്ണ. ഈ സൈസ് വരാലുകളായിട്ട് കിട്ടുന്നത്. അത് അരിച്ച് പെറുക്കുകയാണ്. ഈ ഒരു ചെളിയിൽ നിന്ന് മീൻ പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാലേ മീനെ കയ്യിൽ ഒതുങ്ങുന്നില്ല. ഒതുങ്ങാത്ത സൈസ് സാധനവും അതുപോലെ എത്രയും ചെളിയൂട്ടാ. എന്താ കടുവ? നോക്കാം. തുറക്കല ബാബു. ഒരു പിരി വിരിച്ചിട്ടാ വെല്ലാണ്ട് പിടിച്ചോ. ഇല്ല സാരില്ല കിട്ടൂ. പിടിച്ചിട്ട് കൊറേ നേരായി. പിടിച്ചൊതുക്കിയിട്ടുണ്ട്. സൈസ് വരാല്. കയ്യിലൊതുങ്ങാതെ കുറേ നേരിട്ട് കളിപ്പിച്ചതാട്ടാ. ചെളയിൽ കൈയിട്ട് തൂക്കി. ചേട്ടാ പരുവലയിലുണ്ടായിരുന്ന മീനുകളാട്ടാ ഈ കിട്ടുന്നത്. നമ്മൾ ഒടുവിന് പിടിച്ചതോ ഇതല്ലേ കണ്ടപ്പോൾ കിട്ടിയത്. നല്ല കെട്ടാണേ.
ഊരാൻ കൊടുക്കട്ടല്ല മറ്റും പൊന്തിച്ചോക്കാം. ഇത് പൊന്തിക്കണം ഒരു കടുവട്ടാ. എന്റെ ഒപ്പം ഇതല്ലേ മറന്നു പിടിച്ച കേടു. എന്താ പൊരിക്കോ? പോരട്ടെ. ഇതട്ടോ ഒരെണ്ണാടെ കിട്ടിയിട്ടുണ്ട്. ഒരു മുള്ളിന്റെ ഉള്ളിൽ വെച്ചിട്ട് വലയിലോട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മുള്ളിന്റെ ഉള്ളിന്ന് തപ്പിയെടുത്തതാട്ടാ പോയിട്ടാ. ഇപ്പൊ ഏകദേശം ഒരു ഉച്ച സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മളെ സുഹൃത്തുക്കൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇനി മീൻ പിടിക്കാൻ ഇറങ്ങുള്ളൂ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇവിടെ നിന്ന് കയറുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ തന്നെ ഒരു ചെറിയൊരു ടീമായിട്ട് നമ്മളൊരു ജൂനിയർ പടം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവരിതേ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവരും മീൻ പിടുത്തം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഇറങ്ങിയതേ ഉള്ളൂ. അതേ മീനെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവർ കാട്ടിനുള്ളിന്ന് ഇറങ്ങി വരികയാണ്. അവിടെയുള്ള മീനുകളൊക്കെ പിടിച്ചിട്ട് കുഞ്ഞി കൊണ്ട് അവിടെ പിടിക്കാൻ കംപ്ലീറ്റ് ചളിയാട്ടാ. കുറച്ചൊന്നും മെനക്കെട്ടിട്ട് അതിൻ്റെ കൂടെ പിടിയടാ. പിടിച്ചിട്ടാ കുറച്ചേരം ഒന്ന് മെനക്കെട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു മോൻ പിടിച്ച മീൻ. അപ്പോൾ അവൻ്റെ കൂടെ ഉള്ളത് അവൻ്റെ ഉപ്പയാണ്. അപ്പം മീൻപിടുത്തത്തിൽ 2 പേര് ഉപ്പാനെ പോലെ തന്നെ കേട്ടോ മോനും. മീൻപിടുത്തത്തിൽ ആള് ഉഷാറാണ്. അപ്പോൾ അതായത് മീൻപിടുത്തത്തിനിടയിലുള്ള ഭക്ഷണം കേട്ടോ. സുഹൃത്തുക്കളൊക്കെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. സീനിയർ പട അതാ ഭക്ഷണം കഴിക്കണ, ജൂനിയർ പട അതവിടെ മീൻ പിടിച്ചോണ്ട് നിൽക്കുന്ന കേട്ടോ. അപ്പൊ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും മീൻപിടുത്തം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മുതല് ഹെവി സാധനം. പിടിച്ചിട്ടാ ഓത്തുമൂല അടട്ടാ അടിപൊളി. ഇവിടുന്ന് കൊണ്ടുവന്ന മീനുകളാണ്. വലുതുണ്ടാ വരാലെന്നൊക്കെ പറഞ്ഞാൽ വരാലാട്ടാ. അപ്പോൾ ഈ ഒരു കുഴിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഈ ഒരു സൈസ് വരാലുകളാണ് കേട്ടോ. ഇതും ഇതിൻ്റെ ചെറിയ സൈസുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ അനാബസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അനാബസുകളാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നമ്മളൊരു കൈപ്പത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൈപ്പത്തിയുടെ ഒക്കെ മുകളിൽ വലുപ്പം വരുന്ന അനാബസുകളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളതൊക്കെ.
അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളെ മീൻപിടുത്ത പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെയുള്ള ഈ ഒരു നീല ഡ്രമ്മിലാണ് മീനുകളൊക്കെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മീനുകളൊക്കെ ഇങ്ങനെ വേർതിരിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരാലുകളെ സെപ്പറേറ്റ് ആക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ അനാബസ് അതുപോലെ കടുവൊക്കെ ആ ഒരു നീല ഡ്രമ്മിൽ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഒക്കെ വേർതിരിക്കുകയാണ് ഇവിടെ നിന്ന്. അതുപോലെ വരാലിനെ മാറ്റാനായിട്ട് ഇവിടെ ഒരു ടാങ്ക് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് വരാലിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവന്ന് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കൊണ്ടുവന്ന് ബക്കറ്റിലാക്കി കൊണ്ടുവന്ന് ഇടുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ മീനുകളും നമുക്ക് കാണാം. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മളെ സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കാം, ഈ മീൻപിടുത്തം ലാഭകരമാണോ നഷ്ടമാണോ? കാരണം 8000 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചറിയാം. അപ്പോൾ അതായത് നമ്മളെ സുഹൃത്തുക്കളെ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കുഴി എടുത്തതും പിടിച്ചതും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കട്ടോ. അപ്പോൾ നമ്മളെ ബഷീർക്ക് അപ്പോൾ ബഷീർക്ക, അപ്പോൾ അതെങ്ങനെ കുഴി എടുത്തതും കാര്യങ്ങളൊക്കെ എത്ര ചെലവ് കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നിട്ടുണ്ടോ ഏകദേശം? ചെലവ് ഇപ്പൊ നമുക്കൊരു 30,000 മേലെ ചെലവ് വരും ഇതിന്. കുഴി എടുത്ത് എത്ര? നമ്മള് ഭക്ഷണവും നമ്മള് ഇഞ്ചിന് എണ്ണ എല്ലാ ചെലവും കൂടെ 30,000 മേലെ നമുക്ക് എന്തായാലും വരും അല്ലേ? അപ്പൊ മീന് കാര്യങ്ങളൊക്കെ ഒരു 6 പേര് ഇപ്പൊ 3 ദിവസത്തെ അധ്വാനം. 3 ദിവസം വെച്ചിട്ടാണ് ഉറക്കൊഴിഞ്ഞ അധ്വാനം തന്നെ 5-6 പേര്. അപ്പൊ അതിനുള്ള മീനും കാര്യങ്ങളൊക്കെ ഏകദേശം മീന് പറഞ്ഞാൽ ഇപ്പൊ ഞമ്മക്ക് ഇനിയിപ്പോ അതിലും കുറച്ച് കിട്ടിയാലും നമ്മളിപ്പോ സമാധാനിക്കല്ലേ പാകല്ലേ. നമ്മളിപ്പോ വെള്ളത്തിൽ കിടക്കുന്ന സാധനല്ലേ. മീൻപിടുത്ത രസം ആ ഒരു ഇതും എൻജോയ് ചെയ്യണത്. അല്ലാതെ വേറൊന്നുമില്ല. ഞങ്ങൾക്ക് ഇപ്പൊ ഇത് കിട്ടിയില്ലാച്ചിട്ട് സങ്കടമില്ല. തോനെ കിട്ടിയാല് പ്രശ്നമില്ല. അങ്ങനത്തെ ഇനിയിപ്പോ മീൻ അങ്ങനെ വിൽപ്പന അതുങ്ങൾ ഇതിനൊരു കഷ്ണം മീൻ ഒരാൾക്കും വെക്കൂല. വിൽക്കാൻ വേണ്ടിട്ടല്ലല്ലോ ഇത്ര കഷ്ടപ്പെടുന്നത്. നമ്മൾക്ക് ഇത് കഴിക്കാൻ വേണ്ടിട്ടാണ്. ഇതിൽപ്പെട്ട ഓരോരുത്തർക്കും ഇത് കൊണ്ടുപോയിട്ട് കഴിക്കാനാണ്, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല. അപ്പൊ എന്തായാലും റാത്താണ്. നമുക്ക് സന്തോഷം അത്ര തന്നെ. ഓക്കെ. പിന്നെ ഇതിലിപ്പോ ഏകദേശം എത്രത്തോളം മീൻ കിട്ടിയിട്ടുണ്ടാവും? ഇപ്പൊ വരാലും അതുപോലെ അനാബസൊക്കെ കൂടി ചേർന്നിട്ട് നമുക്കിപ്പോ ഒരു കിണ്ടലിന്റെ മേലെ മീൻ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? മീൻപിടുത്തത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഹംസാക്ക, പഴയ മീൻപിടുത്തക്കാരൻ. ഞങ്ങള് സ്വന്തം. അതെ അതെ അതെ. അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾക്ക് കിട്ടിയിട്ടുള്ള കംപ്ലീറ്റ് വരാലുകൾ മാത്രമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അപ്പൊ ഈ ഒരു ടാങ്കിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല വലിയ സൈസുള്ള ഹെവി വരാലുകളാണ് കിട്ടിയിട്ടുള്ളത് കംപ്ലീറ്റ്. അതുകൂടാതെ കടു ആയാലും ശരി, നമ്മളെ അനാബസ് പൊരിക്കൊക്കെ ആയാലും ശരി, അത്യാവശ്യം നല്ല വലിയ മീനുകളാണ് കിട്ടിയിട്ടുള്ളത് കംപ്ലീറ്റ്. അപ്പൊ അതൊക്കെ ഈ നീല ഡ്രമ്മിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ വെള്ളമുള്ളത് കൊണ്ട് കറക്റ്റ് കാണാൻ കഴിയുന്നില്ല. എങ്കിലും അത്യാവശ്യം ഒരുപാട് മീനുകൾ ഉണ്ട്. ഈ ഒരു ഇതിന്റെ മുകൾ വശം വരെ മീനുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നവ കാണാം. അപ്പൊ എല്ലാ മീനുകളും കൂടി ചേർന്ന് ഒരു 1.5 കിൻഡലിന്റെ മുകളിൽ മീൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്.